അൽത്താഫിന് ഇതുവരെ കണ്ടില്ലല്ലോ. ആ വധൂരി എവിടെ പോയി കിടക്കണേ? മച്ചാനെ അവൻ എത്തിക്കോളും. മച്ചൊന്നത്തെ പരിപാടിയെല്ലാം പ്ലാൻ ചെയ്യും. ഈ കളിയൊന്ന് കഴിയട്ടെ, യൂട്യൂബിലെ പ്ലാൻ ഉണ്ടോ നോക്കാം. മച്ചാനെ അത് പൊളിപ്പൊളി, അത് പൊളിച്ചിട്ടാ. ആ കൊച്ചുകാർക്ക് അധികം പൊളിക്കണ്ട. കൊച്ചുപാവൻ വരുന്നു. നിങ്ങളിന്ന് സ്കൂളിൽ പോയില്ലേ? ഇന്ന് ശനിയാഴ്ച അല്ലേ കൊച്ചുപാപ്പ? ഓ, ഞാൻ അതങ്ങ് മറന്നു. ആ ടോണിയെ കണ്ടോടാ. എന്ത് പറ്റി കൊച്ചുപാപ്പ? ശടാ, അവൻ എന്തോന്ന് പണിയാ കാണിച്ചേ. കാര്യം എന്താ? കൽപ്പാത്തി രഥോത്സവം കൂടാൻ വേണ്ടി അവനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞങ്ങളെ കൊണ്ടുപോക്കൂടെ കൽപ്പാത്തിക്ക്? നിങ്ങൾക്ക് പറ്റിയ പണിയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തോന്ന്? ഈ മൊബൈൽ തോണ്ടിയിരിപ്പ്. നിങ്ങൾക്ക് എന്ത് കൽപ്പാത്തി, എന്ത് രഥോത്സവം? അല്ല കൊച്ചുപാപ്പ, ഞങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണ്. കഴിഞ്ഞ മാസം ആലുവ മണപ്പുറത്ത് ശിവരാത്രിക്ക് കൊച്ചുപാപ്പ ഞങ്ങളെ കൊണ്ടുപോയി. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ എൻ്റെ മക്കളെ. അന്ന് നിന്നെയൊക്കെ കൊണ്ടുപോകുന്ന പാട് എനിക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. നേരെ കൊച്ചുപാപ്പ, ഈ ഉത്സവം അന്ന് കൊച്ചുപാപ്പൻ കൊണ്ടതിന് ശേഷം കാണാനും അറിയാനും ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം. നേരാണോടാ? ഓ നേരാ നേരാ. അതോ വാടാ വന്ന് അത് പൊളിക്കും. ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്നാ പറഞ്ഞത്? കൽപ്പാത്തി. ഈ പേരിലൊരു പുഴയുമുണ്ട് ഇവിടെ. പേര് പോലെ തന്നെ കല്ലുകൾ നിറഞ്ഞ പുഴയാടാ. അതെവിടാ? ഇതൊക്കെ കണ്ടിട്ട് വന്നിട്ട് പറയാടാ. ഇതാണ് വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുൻഭാഗം. ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടായിട്ട് 3 ക്ഷേത്രങ്ങളുണ്ട്. അവിടെ നിന്നെല്ലാം അലങ്കരിച്ച രഥങ്ങൾ വലിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. രഥങ്ങളെല്ലാം വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിൽ നിരക്കും. ഇതാണ് ദേവരഥ സംഗമം. മനസ്സിലായോ? അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. അമ്പോ, എന്നാ നമുക്ക് ദേവരഥ സംഗമമൊക്കെ കണ്ടിട്ട് പോയാ പോരെ കൊച്ചുപാപ്പ? പിന്നെ ഇതാണ് കൽപ്പാത്തയിലെ പ്രശസ്തമായ പൊന്നുമാമിയുടെ അച്ചാറ്. ഈ രഥോത്സവത്തിന് വരുന്നവരെല്ലാം പൊന്നുമാമിയുടെ അച്ചാർ വാങ്ങിയിട്ടാടാ പോകുന്നത്. 87 வயசாச்சு எனக்கு. அதுமாரி ஒரு நாள் பேரு அச்சாறு மாமியை கூப்பிடுவா, பொண்ணு மாமியை கூப்பிடுவா. அன்னைக்கெல்லாம் சின்ன சைஸா இருந்தது. நானே பண்ணுவேன், கொஞ்சம் கொடுப்பேன். சின்ன குடில் விவசாயமா இருந்தது. இப்போ ഒരു ആളെ വെച്ചിരിക്കെ கொஞ்சம் പെരുസായിരിക്കും. ഇത് അലമേലു അമ്മാളുമായിട്ട് സംസാരിച്ചു. വളരെ സന്തോഷം. കൽപ്പാത്തി രഥോത്സവം കാണാൻ വേണ്ടി വന്നതാണ്. കൊച്ചുപാപ്പ പോയി, നമുക്കും കൂടി വാങ്ങണ്ടേ? വാങ്ങാടോ, നീ ഇതൊക്കെ ഒന്ന് കാണടാ. ഇത് കണ്ടോ, ഇതാണ് കൽപ്പാത്തിപ്പുഴ കേട്ടോ. ഇത് നമ്മുടെ ആലുവപ്പുഴ പോലെ ഉണ്ടല്ലോ. ഈ പുഴയിലെ വെള്ളമാണ് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. കൊച്ചുപാപ്പ, നമുക്കൊരു ദിവസമെങ്കിലും ഇവിടെ തങ്ങാമായിരുന്നു. എടാ, അടുത്ത വർഷത്തെ ഉത്സവത്തിനാവട്ടെന്നേ, നമുക്ക് ഒരു ദിവസം ക്യാമ്പ് ചെയ്യാം. ഈ രഥം ഒരു അടാർ ഐറ്റം തന്നെയാണ്. അതിന്റെ കലാഭംഗിയിലാണ് ചന്തം. ഇത് ഉണ്ടാക്കിയ ചേട്ടന്മാര് രക്ഷയില്ല, പൊളി പൊളി. ഒരു യാത്ര എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതൊരു പാഠമായിരിക്കും, അതൊരു അറിവായിരിക്കും. ഓരോ യാത്രയിലും നമ്മൾ മാറിക്കൊണ്ടിരിക്കും വിശാലമായ ചിന്തയിലേക്ക്.